രാഹുൽ ഗാന്ധി പുതിയ കാലത്തെ മിർ ജാഫർ ആണ്. ബി ജെ പിയുടേതാണ് ഈ അധിക്ഷേപം. ഒറ്റുകാരനും രാജ്യദ്രോഹിയുമാണ് രാഹുൽ ഗാന്ധി എന്ന് ഇതിലൂടെ ബി ജെ പി പറയുന്നു. മുഗൾ ഭരണകാലത്തെ ചരിത്രത്തിൽ നിന്നും മായ്ക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ആണ് ഇപ്പോൾ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ച ഒറ്റുകാരൻ്റെ പേര് വീണ്ടും ചർച്ചയാക്കുന്നത് എന്ന രാഷ്ട്രീയ കൗതുകം കൂടി ഇതിലുണ്ട്. ആരാണ് ഈ മിർ ജാഫർ എന്നത് പരിശോധിക്കാം. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുക വഴി ഇന്ത്യയെ കോളനിയാക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച പടത്തലവനാണ് മിർ ജാഫർ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിലേക്ക് നയിക്കുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിന് വഴിതെളിക്കുകയും ചെയ്ത ഒറ്റുകാരനും രാജ്യദ്രോഹിയും എന്നതാണ് ചരിത്രത്തിൽ മിർ ജാഫറിൻ്റെ അടയാളം. 1757 ജൂൺ 23 റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ നവാബിനെതിരായ യുദ്ധം നയിച്ചപ്പോൾ നവാബ് സിറാജ് ഉദ് ദൗളയുടെ പടത്തലവനായിരുന്നു മിർ ജാഫർ. മിർ ജാഫറിൻ്റെ നേതൃത്വത്തിൽ നവാബിൻ്റെ സൈന്യം യുദ്ധത്തിൽ നിന്ന് പൊടുന്നനെ പിന്മാറി. ബ്രിട്ടീഷുകാരെ എതിർത്ത സിറാജ് ഉദ് ദൗളയെ വീഴ്ത്താനായി ബ്രിട്ടീഷുകാർ ഒരുക്കിയ ചതിവലയായിരുന്നു ഇത്. വൻതുക കൈക്കൂലി നൽകിയും ഒപ്പം നവാബ് പദവി വാഗ്ദാനം ചെയ്തുമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദൗളയുടെ പടത്തലവൻ മിർ ജാഫറിനെ ഒറ്റുകാരൻ ആക്കിയത്. ദൗളയുടെ ദിവാനായ റായ് ദുർലഭ് രാമും കൊട്ടാരത്തിലെ പ്രമുഖനായ അമീർ ചന്ദുമായി ചേർന്നായിരുന്നു മിർ ജാഫർ ഈ ഒറ്റ് നടപ്പാക്കിയത്. പ്ലാസി യുദ്ധത്തിൻ്റെ നിർണായക സമയത്ത് മിർ ജാഫറും കൂട്ടരും കാലുമാറി സൈന്യത്തെ പിൻവലിച്ചു. പടയുടെ നടുവിൽ വെച്ച് സൈന്യത്തെ പിൻവലിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നറിയാമല്ലോ. ആ യുദ്ധത്തിൽ പരാജയവും സംഭവിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ അധിനിവേശത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ആകെ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആശ്രിത നവാബായി മുൻ കരാർ പ്രകാരം മിർ ജാഫർ മാറി. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ ആശ്രിത നവാബ് എന്ന ചരിത്രത്തിൽ ഈ ഒറ്റുകാരൻ്റെ പര്യായമായൊക്കെ നിൽക്കുന്ന മിർ ജാഫറിൻ്റെ പേരിന് നേരെ വേണമെങ്കിൽ ചേർക്കാം. 1757 ജൂൺ 29 മിർ ജാഫർ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളുടെ നവാബായി വാഴിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ഈ വ്യവസ്ഥ അനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ വ്യാപാരം നടത്താനുള്ള അവകാശം അവർക്ക് നൽകി. 17 കോടിയോളം രൂപയാണ് അന്ന് യുദ്ധച്ചെലവായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയത് എന്നോർക്കണം. 24 ഫർഗാനകളുടെ ജന്മിത്വവും അന്ന് കമ്പനിക്ക് നൽകി. പക്ഷേ ഈ അധികകാലം മിർ ജാഫറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ബന്ധം അങ്ങനെ നന്നായി നിന്നില്ല. രാജ്യത്തിൻ്റെ കൂടുതൽ സമ്പത്തിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു കയറാൻ തുടങ്ങിയതോടെ വിയോജിപ്പ് തുടങ്ങി. ഇതേ തുടർന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വെട്ടാനായി ഡച്ചുകാരുമായി മിർ ജാഫർ രഹസ്യ സഖ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ആദ്യം നവാബിനെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഡച്ചുകാരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് മുൻകൂട്ടി തന്നെ ഒരു ഒറ്റുകാരനെ അറിയാവുന്ന റോബർട്ട് ക്ലൈവിന് ഇത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. റോബർട്ട് ക്ലൈവ് 1760 മിർ ജാഫറിനെ സ്ഥാനഭ്രഷ്ടനാക്കി. മിർ ജാഫറിന് പകരം മരുമകൻ മിർ ഖാസിമിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സ്ഥാനത്ത് വാഴിച്ചു. മിർ ഖാസിമും കമ്പനിയുമായും തെറ്റി. 3-ാം വർഷം ബക്സർ യുദ്ധത്തിൽ തോറ്റ് ഖാസിം നാടുവിട്ടു. പിന്നീട് വീണ്ടും ഇതേ മിർ ജാഫർ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ ഒരു പരോക്ഷ പിന്തുണയോടൊക്കെ കൂടി അദ്ദേഹം വീണ്ടും നവാബായി. 1765 ഫെബ്രുവരി 5 മരിക്കും വരെ മിർ ജാഫർ നവാബായി തന്നെ തുടർന്നു. അങ്ങനെ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത പടനായകൻ ചരിത്രത്തിലും ഒറ്റുകാരനായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പുതിയ കാലത്തെ മിർ ജാഫറാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം എന്നും വരും ദിവസങ്ങളിലൊക്കെ വലിയ വിവാദത്തിന് കൂടി വഴിതെളിക്കുന്നതാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് എതിരെയുള്ള ഈ അധിക്ഷേപം.